Hi friends, welcome back. ഇന്ന് ഒരു ബഡ്ജറ്റ് വാച്ചാണ്, റെഡ്മിയുടെ വാച്ചാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു നല്ല വിലയ്ക്ക് നല്ല രീതിക്കുള്ള ഫീച്ചേഴ്സുമായിട്ടായിരിക്കും ആ വാച്ച് വരിക എന്നുള്ളത്. റെഡ്മി വാച്ച് 2 ലൈറ്റ് എന്ന ഈ വാച്ചിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കാണിക്കാം, എന്നിട്ട് വാച്ചിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ഇങ്ങനെയാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ ഡീസൻ്റായ ക്ലീനായ നല്ലൊരു ബോക്സാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ വാച്ച് കാണാം. നമുക്ക് വാച്ച് കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള വാച്ചാണ് നമ്മൾ കാണുന്നത്. യെസ്, വാച്ചിനെ കുറിച്ച് കൂടുതൽ പറയാം. അതിനു മുമ്പ് ബോക്സിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചാർജറുണ്ട്, മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ചാർജറാണത്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. സോ ഇവിടെ ഞാൻ കയ്യിൽ കെട്ടിയിട്ടുണ്ട് വാച്ച്, നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇതാണ് വാച്ച്. ഞാൻ എന്തായാലും കയ്യിലേക്ക് എടുത്തിട്ട് കാര്യങ്ങൾ പറയാം. സോ ഈ രീതിയിലാണ് ഈ വാച്ചിൻ്റെ ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിൻ്റെ റിയർ സൈഡും ഫ്രണ്ടും എല്ലാം നിങ്ങൾക്ക് കാണാം. ഒരു ഓവർവ്യൂ ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 10.7 mm ആണ് ഇതിൻ്റെ തിക്നെസ്. സോ സ്വല്പം കട്ടിയുള്ള വാച്ചാണെന്ന് ഓർക്കുക. 35 ഗ്രാമാണ് ഇതിൻ്റെ സ്ട്രാപ്പ് അടക്കമുള്ള വെയിറ്റ് വരുന്നത്. സോ ഹെവി വെയിറ്റ് ഒന്നുമില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു വാച്ചാണ്. വാട്ടർ പ്രൂഫാണ്, 580 വാട്ടർ പ്രൂഫ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ വെള്ളം നനഞ്ഞാലും പെട്ടെന്നൊന്നും വെള്ളം കയറി നാശമാവുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. ഐവറി, ബ്ലാക്ക്, ബ്ലൂ അങ്ങനെ 3 കളറുകൾ നമുക്കിതിൻ്റെ ഫ്രെയിം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കളർ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ സ്ട്രാപ്പ് നോക്കിയാലും ഐവറി, ബ്ലാക്ക്, ബ്ലൂ, പിങ്ക്, ഒലിവ് അങ്ങനെ പല കളറിലുള്ള സ്ട്രാപ്പുകളും അവൈലബിൾ ആണ്. TPU സ്ട്രാപ്പാണ് കേട്ടോ. ഒരു വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയ ഒരു സ്ട്രാപ്പ് തന്നെയാണ്. കയ്യിൽ കിട്ടുമ്പോഴും വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. സോ നല്ല സ്ട്രാപ്പാണ്, നല്ലൊരു കംഫർട്ടബിൾ ആയ ഡിവൈസാണ് ഈ ഒരു വാച്ച് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. 1.55 ഇഞ്ച് വരുന്ന TFT LCD ഡിസ്പ്ലേ ആണ്, കളർ ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം കളറും കാര്യങ്ങളൊക്കെ. സോ ഒരു ഡീസൻ്റ് ആയ ഡിസ്പ്ലേ. 1.55 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. റെസൊല്യൂഷൻ 320x360 ആണ്. 120-ലധികം വാച്ച് ഫേസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് മാറ്റി ഇട്ടുകൊണ്ട് വാച്ച് ഫേസ് ഒക്കെ ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ വാച്ച് ഫേസ് ഒക്കെ മാറ്റി കാണിക്കുന്നുണ്ട്. ഇതിനകത്തുള്ളത് കുറച്ചെണ്ണം, പിന്നെ വേണമെങ്കിൽ ആപ്പിൽ നിന്ന് ഈ ഫോൺ ഇതിന് ഒരു ആപ്പ് ഉണ്ട്, ഷവമിയുടെ ആപ്പ്. ആ ആപ്പിൽ നിന്ന് വേണമെങ്കിൽ ഇഷ്ടംപോലെ വാച്ച് ഫേസുകൾ, 120-ലധികം വാച്ച് ഫേസുകളുണ്ട്. അതൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം. സോ ഇതിൻ്റെ ഒരു ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയ ഒരു വാച്ചാണ്, കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ സെൻസേഴ്സിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. GPS എന്തായാലും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ഒപ്റ്റിക്കൽ ഹേർട്ട് റേറ്റ് സെൻസർ, അതേപോലെ ആക്സലറോമീറ്റർ, ജൈറോസ്കോപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കിയാലോ. ഈ ഒരു വാച്ചിൻ്റെ UI ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഫീച്ചേഴ്സ് പറയാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. റൈറ്റ് സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ മെനു, ഇതിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും അടങ്ങുന്ന മെനു നമുക്ക് കാണാം. അതിങ്ങനെയാണ് കിടക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് ആക്കുമ്പോൾ കൺട്രോൾ സെൻ്ററാണ്. മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനുകളുടെ ഏരിയ ആണ്. സൈഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ടൈൽസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു UI വരുന്നത്. സൈഡിലെ ബട്ടണിൽ ഞെക്കിയാൽ നമുക്ക് ടോട്ടൽ ആപ്ലിക്കേഷനുകളുടെ ആപ്പ് ഡ്രോ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിംഗ്, SPo2 സെൻസറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഡിവൈസാണ്. സോ അതിൻ്റെതായ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അളന്ന് കുറിക്കാവുന്നതാണ് നിങ്ങളുടെ ബ്ലഡ് ഓക്സിജൻ ലെവലൊക്കെ. എനിക്കിവിടെ 97% കാണിക്കുന്നുണ്ട്. നല്ല ഡീസൻ്റായ ലെവലിലുള്ള ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ച് നടത്തുന്നുണ്ട്. ഹേർട്ട് റേറ്റ് മോണിറ്ററിംഗ്, കണ്ടിന്യൂസ് ഹേർട്ട് റേറ്റ് മോണിറ്ററിംഗും ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സ്ലീപ്പ് ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറങ്ങുമ്പോൾ കൈമ കെട്ടി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ലെവലൊക്കെ അറിയാൻ പറ്റും. പിന്നെ ബ്രെത്ത് ട്രെയിനിങ് പോലുള്ള കാര്യങ്ങൾ, അതായത് ശ്വാസം എടുക്കുക വിടുക എന്നുള്ള തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് വേണമെങ്കിൽ അതും ഇതിലൂടെ ചെയ്യാം. ബ്രെത്ത് ട്രെയിനിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ് മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. വുമൻസ് ഹെൽത്ത് മോണിറ്ററിംഗ്, പീരിയോഡിക് സംഭവങ്ങളൊക്കെ ഒന്ന് അളക്കാനും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. 100-ലധികം വർക്കൗട്ട് മോഡുകളും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ പല തരത്തിലുള്ള സ്പോർട്സ് മോഡുകൾ, 100-ലധികം സ്പോർട്സ് മോഡുകളാണ്. ഇത്രയും സ്പോർട്സിനെ തിരിച്ചറിഞ്ഞത് ട്രാക്ക് ചെയ്യുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഡാൻസ് എന്നൊരു സെക്ഷൻ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തരത്തിലുള്ള ബെല്ലി ഡാൻസ്, ആ ഡാൻസ്, ഈ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഡാൻസുകൾ വരെ കളിക്കുന്നതൊക്കെ ഇത് ട്രാക്ക് ചെയ്യുക അത്രേ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് സ്പോർട്സ് മോഡുകൾ കൊണ്ട് സമൃദ്ധമാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇത് കൂടാതെ നോർമലി വാച്ചിനകത്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് കാൽക്കുലേറ്റർ, വെതർ, മെസ്സേജ് നോട്ടിഫിക്കേഷൻസ്, മറ്റ് വാട്സപ്പ് പോലുള്ള എല്ലാ മെസ്സേജുകളുടെ നോട്ടിഫിക്കേഷനുകൾ വരിക, ഡു നോട്ട് ഡിസ്റ്റർബ് പോലുള്ള സംവിധാനങ്ങളുടെ അതൊക്കെ വേണമെങ്കിൽ ഇത് നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഐഡിയൽ അലർട്ട്, കോൾ നോട്ടിഫിക്കേഷൻ, ഫൈൻഡ് മൈ ഫോൺ,
അലാം, ടൈമർ, അങ്ങനെയുള്ള എല്ലാവിധ ചെറിയ ചെറിയ സംഭവങ്ങൾ, ക്യാമറ കൺട്രോൾ, അങ്ങനെ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ഒരുവിധം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 5000 രൂപ താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന എല്ലാതരം ഫീച്ചേഴ്സ്, GPS അടക്കമുള്ള എല്ലാതരം ഫീച്ചേഴ്സും ഇതിനകത്ത് റെഡ്മി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രം കൊടുത്തിട്ടില്ല. ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 6 മുകളിലേക്കുള്ളതെല്ലാം സപ്പോർട്ട് ചെയ്യും. iOS ആണെങ്കിൽ 10 മുകളിലേക്കുള്ളതെല്ലാം സപ്പോർട്ട് ചെയ്യും. സോ ആപ്പിളിലും ആൻഡ്രോയിഡിലും ഒരുപോലെ ഉപയോഗിക്കാനാണ് റെഡ്മി ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയാൻ മറന്നുപോയി. ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ 10 ദിവസത്തെ ബാറ്ററി ലൈഫാണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം അഗ്രസീവായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 5 ദിവസം വരെ കിട്ടുള്ളൂ. ബട്ട് നോർമൽ ഒരു സ്റ്റാൻഡേർഡ് മീഡിയം ലെവലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 10 ദിവസം വരെ കിട്ടുമെന്നാണ് പറയുന്നത്. 262 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. സോ GPS സ്പോർട്സ് മോഡൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 14 അവർ വരെ GPS സ്പോർട്സ് മോഡൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയും. സോ ഇങ്ങനെയാണ് ഈ ഒരു വാച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓവറോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല, ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ഇഷ്ടപ്പെട്ടോ? റെഡ്മി വാച്ച് 2 ലൈറ്റ്, അതാണ് ഇതിൻ്റെ പേര്. 15-ാം തീയതിയാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4999 രൂപയാണ് റെഡ്മി ഈ ഒരു വാച്ചിന് വില നിശ്ചയിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. സോ ഇത്രയുമാണ് ഈ ഒരു വാച്ചിൻ്റെ കാര്യങ്ങൾ. അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.